സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ 3 മാസത്തെ ചിലവുകൾക്കായി സംസ്ഥാന സർക്കാർ 7000 കോടി രൂപ കടമെടുക്കുന്നു. KSEBിയുടെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് സംസ്ഥാനം കടപരിധി വർദ്ധിപ്പിക്കുന്നത്. അതേസമയം വൈദ്യുതി ബോർഡിന്റെ ബാധ്യത ധനവകുപ്പ് ഏറ്റെടുക്കുന്നതോടെ KSEBിയുടെ നിരക്ക് വർധനവിന്റെ സാങ്കേതികത നഷ്ടപ്പെടും. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇരിക്കുകയാണ്. 3 മാസ ചിലവുകൾക്ക് വേണ്ടി 7000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും നിഖില, വരുന്ന 3 മാസത്തെ നിത്യച്ചെലവുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 7000 കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. KSEBിയുടെ അധിക ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തുകൊണ്ടാണ് ധനവകുപ്പ് ഇപ്പോൾ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത്. എല്ലാ വർഷവും സമാനമായ രീതിയിൽ തന്നെ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ KSEB ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കടം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് കടപരിധി വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോകും. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തവണയും ഇത്തരത്തിൽ KSEBിയുടെ അധിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ കടമെടുക്കാൻ ഒരുങ്ങുന്നത്. ഇത്തവണ KSEBിയുടെ 91% ബാധ്യതയാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നത്. ഏതാണ്ട് 525 കോടി രൂപയാണ് KSEBിയുടെ മൊത്ത കടമെന്ന് പറയുന്നത്. ഏതാണ്ട് 490 കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. ഇതിലൂടെ 6265 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാനായിട്ടുള്ള അനുമതി ലഭിക്കും. അതിന്റെ തുക വർദ്ധിപ്പിച്ചുകൊണ്ടാണ് 7000 കോടി രൂപ സംസ്ഥാനം ചെലവുകൾക്ക് വേണ്ടി കടമെടുക്കുക. നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം, അതോടൊപ്പം തന്നെ മറ്റ് നിത്യചെലവുകൾ, ശമ്പളം, KSRTC പെൻഷൻ, KSRTC ശമ്പളം, അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് സംസ്ഥാന സർക്കാരിന് അധികമായിട്ട് തന്നെ ഈ തുക ആവശ്യമായിട്ട് വരും. ഈ ഘട്ടത്തിലാണ് 3 മാസം മാത്രം സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ പുതിയൊരു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാർ KSEBിയുടെ ഇത്തരത്തിലുള്ള കടം അല്ലെങ്കിൽ ബാധ്യത ഏറ്റെടുക്കുന്ന സമയത്ത് ഈ ബാധ്യത റെഗുലേറ്ററി കമ്മീഷനെ മുന്നാക്കി വെച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ മുന്നത്തെ മാസവും കൂടിയായിട്ടുള്ള അതായത് നിരക്ക് വർധനവ് കൊണ്ടുവരുന്നത്. ഏതാണ്ട് 16 പൈസയാണ് സംസ്ഥാന സർക്കാർ ഈ KSEB പൊതുജനങ്ങളിൽ നിന്നും ഉപഭോക്താക്കളിൽ നിന്നൊക്കെ 16 പൈസയുടെ വർധനവാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ 16 പൈസ കൂട്ടിയത് ഈ 525 കോടി രൂപ കടം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. ഇപ്പോൾ ഈ കടം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമ്പോൾ റെഗുലേറ്ററി കമ്മീഷന് മുന്നാകെ വെച്ച ഈ ഒരു കൺസേൺ എന്ന് പറയുന്ന സാധനം അതിന്റെ സാങ്കേതികത്വം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടായാലും നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് ഈ കടം എടുക്കുന്നത്. ശരി ടിൻഡു, സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ 3 മാസത്തെ ചെലവുകൾക്കായി സംസ്ഥാന സർക്കാർ 7000 കോടി രൂപയാണ് കടമെടുക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ്.